തുല്യമാകുന്നു. ഭയം നമ്മൾ അതിന് ജഡുതി വേഗത്തിൽ വസനേന വാൽ വേഷ്ടിച്ച്, വസനച്ച വസ്ത്രം കൊണ്ട് വാലിങ്ങനെ വെട്ടിച്ച് വന്നി തീയെ വന്നി കൊളുത്ത, എന്നിട്ട് പുരത്തിലെല്ലായിടവും ഈ ലങ്കയുടെ എല്ലാ ഭാഗത്തും നിഖില ദിശി എല്ലാ ദിക്കിലും പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ. എന്താ പറയേണ്ടത്? രാത്രിയിൽ വന്നൊരു കള്ളൻ എന്നിങ്ങനെ നിഖില ദിശി പലരും ഇഹ കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. അങ്ങനെ വരുമ്പോൾ കുലഹതകനിവൻ അറിക നിസ്തേജൻ എന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. എല്ലാ വാനരന്മാരും ഒത്തുകൂടിയിട്ട് ഇവൻ ആരാണെന്ന് പറയും? കുലഹതകൻ, വാനര വംശത്തെ നശിപ്പിച്ചവനാണ് ഇവൻ. നിസ്തേജൻ, ഒരു തേജസ്വില്ലാത്തവൻ, ചൈതന്യമില്ലാത്തവനാണ് ഇവൻ. കുലഹതകൻ ഇവൻ അറിയ നിസ്തേജൻ എന്ന് പറഞ്ഞ് വാനരന്മാർ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. ഇതാണ് ഏറ്റവും നല്ലത്. അവമാനിച്ചു വിടുക, അതാണ് വേണ്ടത്. അപ്പം എന്താ തീരുമാനിച്ചത്? വാലിൽ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ചുറ്റാൻ തീരുമാനിച്ചു. അത് വെറും വസ്ത്രം പോരാ, അത് എണ്ണയിലൊക്കെ മുക്കിയിട്ട് ആ വസ്ത്രങ്ങൾ ചുറ്റാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഉള്ള തയ്യാറെടുപ്പായി. തിലജഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ നീളെ തിരഞ്ഞുകൊണ്ടെന്ന് ചുറ്റിയിടിനാർ. തിലം വെച്ചാൽ എള്ളാണ്. തിലജം എന്ന് വെച്ചാൽ എള്ളുന്നുണ്ടാവണത് എണ്ണ, ഘൃതം നെയ്യ്. തിലജഘൃത സംസിക്തം നനഞ്ഞ. അപ്പോൾ എള്ളിലും ഈ എണ്ണയിലും നെയ്യിലും മുക്കിയിട്ടുള്ള ആ വസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റി തുടങ്ങി. തിലജഘൃത സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരെ ചുറ്റുന്ന ശാന്തരെ, വളരെ വേഗത്തിൽ ചുറ്റുന്ന സമയത്ത് എന്ത് ചെയ്തു ഹനുമാൻ എന്നറിയോ? അത്യായത സ്ഥൂലമായതു വാൽത്തത. ഹനുമാൻ്റെ വാല് ആയതമായി ഈ ചുറ്റുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ നീളമായിരുന്നു. അപ്പം എത്ര ചുറ്റിയാലും തീരില്ല, വാലങ്ങനെ നീണ്ടു, വാലിന് വണ്ണം കൂടി. അത്യായതമായി, ആയതച്ച നീളമുള്ളത്, സ്ഥൂലച്ച വണ്ണമുള്ളതായി, വണ്ണവും കൂടി നീളവും കൂടി. അപ്പം ചുറ്റുന്നവർക്ക് ആകെ വിഷമായി. ഇപ്പം വസ്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം പരുത്തി വസ്ത്രങ്ങളാണ് കൊണ്ടുവന്ന് ചുറ്റിയതൊക്കെ, അതൊക്കെ തീർന്നു. അപ്പം കൽപ്പിച്ചു, നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. സൂക്ഷിച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങളുണ്ടാകും, വിശേഷാവസരങ്ങളിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ ഉണ്ട്, ആ പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. നിഖില നിലയനം വീട്, അവിടെ നിഹിതം സൂക്ഷിച്ചിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ടുവന്നു, അതും ചുറ്റി. വസനങ്ങളിലൊന്നിനി വസ്ത്രങ്ങൾ ഇല്ല, ഇവിടെ ഇല്ല, ഒരു വീട്ടിലും വസ്ത്രമില്ല, മുഴുവൻ ചുറ്റി തീർന്നു. സ്നേഹവുമെല്ലാം ഒടുങ്ങി, എണ്ണയില്ല, നെയ്യുമില്ല, എണ്ണയില്ല, ഇത് മുഴുവൻ തീർന്നു. അപ്പം ഇനി എന്താ ചെയ്യാം? വികൃതി പെരുതി ഇവൻ മഹാകുസൃതിയാണ്, കുസൃതിക്കാരനാണെന്ന് തോന്നുന്നു. വികൃതി പെരുതി ഇവന്. ഇനി നമുക്ക് ഇനി ചുറ്റാൻ നിൽക്കേണ്ട കാര്യമില്ല, സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് അഗ്നി കൊടുത്താൻ പറഞ്ഞു, പാലിന് തീ കൊടുക്കാനായിട്ട് പറഞ്ഞു. അതിന് മുമ്പ് ഹനുമാനെ ഒരു പലകയിൽ കിടത്തി, എന്നിട്ട് കയറുകൊണ്ട് ബന്ധിച്ചു. കാരണം ഇതൊന്നും ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കയറുകൊണ്ട് അങ്ങനെ ബന്ധിച്ചു. എന്നിട്ട് രാക്ഷസന്മാരെല്ലാവരും കൂടി ഇങ്ങനെ എടുത്തു പൊക്കി ഹനുമാൻ്റെ വായിൽ തീ കൊടുത്തി. ഹനുമാൻ മിണ്ടാതെ അങ്ങനെ കിടന്നു. കുറച്ചങ്ങോട്ട് ദൂരം ചെന്നപ്പോൾ പശ്ചിമദ്വാര ദേശേ ചെന്നനന്തരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഹനുമാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ ശരീരം അങ്ങ് ചെറുതാക്കി, പെട്ടെന്ന് ചെറുതാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുപോലെ ഹനുമാൻ ശരീരം പെട്ടെന്ന് അങ്ങ് ചെറുതാക്കിയപ്പോൾ ഈ കെട്ടൊക്കെ അയഞ്ഞുപോയി. കെട്ടൊക്കെ അയഞ്ഞു പോയപ്പോൾ ഹനുമാൻ അതിൽ നിന്ന് ഊരി ചാടി, മേലോട്ട് ചാടി. അപ്പം ഹനുമാൻ ഇപ്പോൾ സ്വതന്ത്രനായി, വാലിൽ തീയും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഓരോ വീടിന് മുകളിലേക്കാണ്. ഉദവസിത നികരമുടൻ ഉപരിവേഗമോടുൾപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം. ഉദവസിതങ്ങൾ വെച്ചാൽ വീടുകളാണ്. ആ ഉദവസിത നികരം കൂട്ടം, ആ ഓരോ വീടിൻ്റെ മുകളിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് അങ്ങനെ ചാടി ചാടി
ഉൾപ്ലുത്യ ചാടിയിട്ട് ഉദവസിത നികരമുടനുടൻ ഉപരിവേഗമോടുൾപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ വീണ്ടും ചാടിയിട്ട് വിഭീഷണ മന്ദിരം ഒഴികെ മറ്റെല്ലാ മന്ദിരങ്ങളും അത് തീയിട്ടു. ഈ വിവരം തീജാലകന് മേലോട്ട് പോകുന്ന എഴുത്തച്ഛൻ്റെ മനോഹരമായ വർണ്ണനയുണ്ട്. എന്താണ്? ദേവേന്ദ്രനോട് അഹമഹമികാധിയ പാവക വിബുധപതിയോട് നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പലത്തോളം ഉയർന്നു ചെന്നു മുത. ഈ അഗ്നി മേലോട്ടിങ്ങനെ പോകുമല്ലോ, തീനാളിങ്ങനെ മേലോട്ട് കത്തിത്തോടും മേലോട്ടിങ്ങനെ പോകുമല്ലോ. എന്താ അങ്ങനെ മേലോട്ട് പോകണമെന്നറിയോ? എഴുത്തച്ഛൻ പറയാണ്, ദേവേന്ദ്രനോട് വിവരറിയിക്കാനാണ് അത്ര പോണത്. എന്താ ദേവേന്ദ്രനോട്? വിബുധപതിച്ച വിബുധൻ ദേവനാണ്, ദേവൻ്റെ പതി നാഥൻ ദേവേന്ദ്രൻ. വിബുധപതിയോട് എന്താ അറിയിക്കണം വിവരം? നിശിചരാലയം വെന്തിരിക്കുന്നു, ഗംഗാനഗരം ഇതാ ഭസ്മമായിരിക്കുന്നു എന്ന വിവരം അറിയിക്കാനായിട്ട് ഞാൻ മുമ്പ് എന്ന രീതിയിൽ ഓടുകയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾ 4-5 കുട്ടികളുണ്ടെങ്കിൽ ഒരു വിവരം ഒന്ന് പറയാൻ അവർ 4 ആളെ ഏൽപ്പിച്ചാൽ അവരെന്താ ചെയ്യുക? ആരെങ്കിലും എല്ലാവരും ഓടുകയും ഞാൻ പറയും എന്ന് പറഞ്ഞ് ഓടില്ലേ? അതേപോലെ ഈ തീനാളങ്ങൾ ഞാൻ ആദ്യം പറയട്ടെ എന്ന് പറഞ്ഞ് മേലോട്ട് പൊങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ തീനാളങ്ങളും നല്ലപോലെ മേലോട്ട് പൊങ്ങി. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായതെന്നറിയോ? അവിടെ എഴുത്തച്ഛൻ്റെ ഒരു മിടുക്കുണ്ട്. ഭുവനതല ഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ഇതൊരു വിരോധമാണ്. അപ്പോൾ ആദ്യത്തെ വരിയിലെന്താർത്ഥം? ഭുവനതല ഗത വിമല ദിവ്യരത്നങ്ങൾ. ഭുവനതല ഭൂമി, ആ ഭുവനതലത്തിലുള്ള ദിവ്യരത്നങ്ങളെ കൊണ്ട് ഭൂതി പരിപൂർണം, ബുദ്ധിക്ക് ഐശ്വര്യപൂർണമായ ലങ്കാനഗരം. അപ്പോൾ ഐശ്വര്യപൂർണമായ ലങ്കാനഗരം എന്നാണ് ഭൂതി പരിപൂർണമായ എന്നുള്ളതിന് അർത്ഥമുണ്ട് അവിടെ. ആ ലങ്കാനഗരം പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും അനിലസുതൻ ദഹിപ്പിച്ചിട്ടും ഭൂതി പരിപൂർണമായി അതുണ്ടാവും. അപ്പോൾ അവിടെ ഐശ്വര്യം എന്നാണോ അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ആവില്ല. ഭൂതി എന്നുള്ളതിന് ഭസ്മം എന്ന് അർത്ഥമുണ്ട്. അപ്പം ഭൂതി പരിപൂർണമായി, ഭസ്മമായി. അപ്പോൾ രത്നങ്ങളെ കൊണ്ട് ഭൂതി പരിപൂർണമായ ലങ്കാനഗരം ഹനുമാൻ ദഹിപ്പിച്ചപ്പോഴും ഭൂതി പരിപൂർണമായി എന്ന് വെച്ചാൽ എന്താർത്ഥം? ആദ്യത്തേത് സമൃദ്ധമായിരുന്ന ലങ്ക എന്നാണ്, രണ്ടാമത്തേതിന് ഭസ്മമായ ലങ്ക എന്നാണ്. അങ്ങനെ വെന്തു, എല്ലാം കഴിഞ്ഞു. ഹനുമാൻ സമുദ്രത്തിൽ തൻ്റെ വാല് തല്ലിക്കെടുത്തി. എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഈ ചെയ്ത പരാക്രമങ്ങളെക്കുറിച്ചൊക്കെ സീതാദേവിയോട് പറഞ്ഞു. എന്നിട്ട് സീതാദേവിയോട് പറഞ്ഞു, സീതാദേവിക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാം, എൻ്റെ ചുമലിൽ കയറി ഇരുന്നോളൂ, ഞാൻ ശ്രീരാമസന്നിധിയിൽ എത്തിക്കാം, ഒരു വിഷമമില്ലാണ്ട് ശ്രീരാമസന്നിധിയിൽ എത്തിക്കാം. അപ്പോൾ സീത പറഞ്ഞു, അങ്ങനെ വേണ്ട, അങ്ങനെ ഒളിച്ച് ഞാൻ ലങ്കയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് വന്ന് കാരണം കൂടാതെ എന്നെ കൊണ്ടുപോകുന്ന രാവണനെ കൊന്ന് ഒരു വീരോചിതമായ രീതിയിൽ മടങ്ങാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്ന് സീതാദേവി പറയുകയാണ്. അങ്ങനെ ഹനുമാൻ മടങ്ങി 100 യോജന അപ്പുറത്തേക്ക് ചാടി. ആ ചാടുമ്പോൾ സിംഹനാദം മുഴക്കിക്കൊണ്ടാണ് ചാടുന്നത്. മുമ്പിൽ വാനരൻ്റെ ശബ്ദമല്ല, വലിയ ഗർജനത്തോടു കൂടിയിട്ടാണ് ചാടുന്നത്. അപ്പോഴേക്കും അപ്പുറത്ത് കാത്തു നിൽക്കുന്ന വാനരന്മാരുണ്ടാവും, ഈ ഹനുമാനെ കാത്തു നിൽക്കുന്നവരുണ്ടവിടെ. അതിന് മനസ്സിലാക്കി ഹനുമാൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരുന്നുണ്ടെങ്കിൽ കാര്യം സാധിച്ചു എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഉടനെ അവരോട് എല്ലാവരോടും പറഞ്ഞു, കണ്ടേൻ സീതയെ എന്ന് പറഞ്ഞു. കണ്ടേൻ എന്ന് ആദ്യം പറഞ്ഞത്, പിന്നെ സീതയെ എന്ന് പറഞ്ഞുള്ളൂ. അറിയാൻ ഉത്കണ്ഠയുള്ളത് എന്താണ്? കണ്ടോ കണ്ടില്ലേ എന്നുള്ളതാണ് ഉത്കണ്ഠ. ആദ്യം കണ്ടേൻ, പിന്നെ സീതയെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരെല്ലാവരും കൂടി അവിടെ ഒരു ഉദ്യാനമുണ്ട്, ആ ഉദ്യാനത്തിൽ ചെന്ന് അവിടെയുള്ള പഴങ്ങളൊക്കെ കഴിച്ച് പറിച്ച് തിന്നാൻ ശ്രമിച്ചു. അപ്പോൾ അതിൻ്റെ കാവൽക്കാരൻ ദതിമുഖൻ. ആ കാവൽക്കാരൻ സുഗ്രീവൻ്റെയാണ് ഉദ്യാനം. ആ സുഗ്രീവനെ വിവരം അറിയിച്ചു, ഇങ്ങനെ കുറേ വാനരന്മാർ വന്നിട്ട് ഈ കാട് മുഴുവൻ ആക്രമിച്ചിരിക്കണമെന്ന്.
അപ്പം സുഗ്രീവന് കാര്യം മനസ്സിലായി. അവരിഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അവർ തിന്ന് മതിയായാൽ അവരും കൂടി വന്നോളൂ എന്ന് പറഞ്ഞു. ശ്രീരാമൻ സന്നിധിയിൽ ചെന്നു. ഹനുമാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് ഏൽപ്പിച്ചു. പിന്നെ വാനരന്മാരും ശ്രീരാമചന്ദ്രനും എല്ലാവരും കൂടി സമുദ്ര തീരത്തേക്ക് വരുന്നു എന്ന് വർണ്ണിക്കുന്നതോടുകൂടി സുന്ദരകാന്ഡം കഴിയാണ്. അതിമനോഹരമായ സുന്ദരകാന്ഡം. അതിൻ്റെ ആ ഭംഗിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ വരികളൊക്കെ ചൊല്ലി തന്നു. എത്ര മനോഹരമായ വരിയാണെന്നറിയോ. സുന്ദരകാന്ഡം വായിക്കാനായാൽ പിന്നെ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പഴയ കാലത്ത് അങ്ങനെയാണ്. സുന്ദരകാന്ഡം സംസ്കൃതം പഠിക്കുന്ന ആളോട് ചോദിക്കുക എന്താണെന്ന് അറിയോ, ആ രഘുവംശം വരെ ആയോ എന്ന് ചോദിച്ചാൽ കഷ്ടിച്ച് സംസ്കൃതം മനസ്സിലായി. മലയാളം പഠിക്കുന്ന പഴയ കാലത്തെ എഴുത്തുപള്ളിയോ കുട്ടികളോട് ചോദിക്കുക സുന്ദരകാന്ഡം വായിക്കാതായോ, എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ശരിയായിട്ട് ഉച്ചരിച്ച് വായിക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ സുന്ദരകാന്ഡം വായിക്കാൻ അറിയണവരില്ല. മലയാള ഭാഷയിൽ ശരിക്കും വായിക്കാൻ അറിയാത്ത കാലമാണെന്നാണ് പത്രങ്ങളിലൊക്കെ കാണുന്നത്. എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ പറയണത്, കേൾക്കണത് നമുക്കറിയില്ല. അപ്പോൾ ഇനി നമുക്ക് യുദ്ധകാന്ഡത്തിലേക്ക് പോകാം. അവിടെ കുറേ ചോര ഒഴുകണമുണ്ട്, ഒക്കെ ഒന്ന് കാണണ്ടേ നമുക്ക്. അപ്പോൾ ശ്രീരാമനും കൂട്ടുകാരൊക്കെ സമുദ്ര സന്നിധിയിലേക്ക് പോയി. അവിടെ ഞാൻ താവളം അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് രാവണൻ പരിഭ്രാന്തനായിരിക്കണം. ഇപ്പോൾ ഹനുമാൻ അത്ര വലിയ കാര്യം അവിടെ ചെയ്തിട്ടുള്ളത്. ഒരു കൊരങ്ങനെ രാവണൻ്റെ രാജധാനി മുഴുവൻ ചുട്ടുപൊട്ടിച്ചു, കുറേ ആളുകളെ കൊന്നു, മകനെ കൊന്നു, കുറേ രാക്ഷസന്മാരെ കൊന്നു. ഇതിപ്പോൾ നാണക്കേട് രാവണന് വലുത് വരാനുണ്ട്. അപ്പം രാവണൻ ഒരു കാര്യം തീരുമാനിച്ചു. മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു, എല്ലാ മന്ത്രിമാരെയും. കാര്യാലോചന രാവണൻ്റെയാണ്. മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങളാരും എന്നെ പുകഴ്ത്തിയിട്ടോ ഒന്നും സംസാരിക്കരുത്, ഞാൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ കേൾക്കണം. 3 തരം കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യേണ്ടത്. 3 തരം കാര്യങ്ങളാണ്. സാധ്യമായ കാര്യമുണ്ട്, ദുസ്സാധ്യമായ കാര്യമുണ്ട്, അസാധ്യമായ കാര്യമുണ്ട്. 3 തരം കാര്യങ്ങളുണ്ട്. സാധ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം, എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യം സാധ്യം. ദുസ്സാധ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലേശിച്ചാൽ നടക്കുന്ന കാര്യമാണ് ദുസ്സാധ്യം, കുറച്ച് കഷ്ടപ്പെടണം. അസാധ്യം എന്ന് പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യം. അങ്ങനെ 3 തരം കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് ഏത് തരം കാര്യമാണ് എന്ന് ആലോചിക്കണം നിങ്ങൾ. സാധ്യമായിട്ടുള്ളതാണോ, ദുസ്സാധ്യമായിട്ടുള്ളതാണോ, അസാധ്യമായിട്ടുള്ളതാണോ? സീതാദേവി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ വരുന്നതിന് സംശയമൊന്നുമില്ല. ദൂതൻ വന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ വന്നാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾ സാധ്യമാണെങ്കിലേ സാധ്യമാവുമെന്ന് പറയാവൂ, ദുസ്സാധ്യമാണെങ്കിൽ അത് പറയണം, അസാധ്യമാണെങ്കിൽ അതും പറയണം. 3 തരം മന്ത്രിമാരുണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ അവിടെ ആദ്യം പറയാം. 3 തരം മന്ത്രിമാരുണ്ട്. ഉത്തമന്മാരായ മന്ത്രിമാരുണ്ട്, മധ്യമന്മാരായ മന്ത്രിമാരുണ്ട്, അധമന്മാരായ മന്ത്രിമാരുണ്ട്. ഉത്തമന്മാരായ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവർ ഒന്നിച്ചിരുന്ന് കാര്യാലോചന ചെയ്യും. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാര്യം എല്ലാവരും കൂടി ഐകകണ്ഠ്യേന അഭിപ്രായം പറയും, ഇന്നതാണ് നല്ലത്. അത് ഉത്തമമായിട്ടുള്ള രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിരിക്കും. ചിലർ വിപരീത അഭിപ്രായങ്ങൾ പറയും, ചിലർ അനുകൂല അഭിപ്രായം പറയും. അങ്ങനെ 2 തരം അഭിപ്രായങ്ങൾ പറഞ്ഞ് അവസാനം ഒരു അഭിപ്രായത്തിൽ എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഐകകണ്ഠ്യേന എന്ന് പറയാം. 2 അഭിപ്രായം ഉണ്ടാവും ചർച്ചയിൽ, പക്ഷേ ഒറ്റ അഭിപ്രായത്തിൽ തീരുമാനമെടുക്കുന്നത് മധ്യമാണ്. അധമെന്ന് പറഞ്ഞാൽ കാര്യാലോചന തുടങ്ങിയ സമയത്ത് തുടങ്ങിയ തർക്കം അവസാനം വരെ നീണ്ടു നിൽക്കും, ഒരു തീരുമാനത്തിൽ എത്തില്ല. അങ്ങനെ പിരിയുന്ന മന്ത്രിസഭകളും ഉണ്ട്. നമ്മൾ ഏതാണ് ഇതിന് വേണ്ടത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതാണ് രാവണൻ വളരെ ഉള്ളു ചുട്ട് മന്ത്രിമാരോട് പറഞ്ഞ കാര്യമാണ്. മന്ത്രിമാരെല്ലാവരും എന്താ ചെയ്തതെന്നറിയോ? മന്ത്രിമാരെല്ലാവരും രാവണനോട് പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ഒരു മഹാരഥൻ ഇങ്ങനെയൊക്കെ ശങ്കിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം.
അങ്ങല്ലേ പണ്ട് കൈലാസപർവ്വതം എടുത്ത അമ്മാനെ ആടിയ ആള് 20 കൈകളെ കൊണ്ട് കൈലാസപർവ്വതം പൊക്കിയെടുത്ത് അതിങ്ങനെ കയ്യിലിട്ട് അമ്മാനെ ആടി ശിവനെ പോലും പരിഭ്രമിപ്പിച്ച ആളല്ലേ അങ്ങ്. അതേപോലെ ഹനുമാൻ രാവണൻ ചെയ്ത കുറേ വീരപരാക്രമങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞ് രാവണൻ വീരനാണ്, അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഇതൊന്നും നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് രാവണനെ പരമാവധി പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അപ്പോൾ രാവണന് തൃപ്തിയായില്ല. രാവണന് കുംഭകർണൻ അനുജനുണ്ട്, അനുജനെ വിളിച്ചു. അനുജൻ അപ്പോൾ ഉറങ്ങി നീട്ടിട്ടേ ഉള്ളൂ. 6 മാസം ഉറക്കവും 6 മാസം ഉണർച്ചയാണ് മൂപ്പർക്കുള്ളത്. ഉറങ്ങി എണീറ്റു വന്നു. എന്താ ഏട്ടൻ കാര്യം പറയൂ? അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഒരു ഹനുമാൻ ഒരു വാനരൻ വന്ന് ചെയ്ത് പരാക്രമങ്ങളൊക്കെ നീ അറിയില്ലേ ഒക്കെ അറിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, കാട്ടിയതെല്ലാം അപനയം. അവൻ ഇവിടെ വന്ന് ചെയ്തപ്പോൾ തെറ്റാണ്. അതിന് കാരണം എന്താ വെച്ചാൽ അങ്ങ് ചെയ്തത് മുഴുവൻ അപനയങ്ങളാണ്. അങ്ങ് ചെയ്തത് തെറ്റാണ്. സീതാദേവിയെ ഇങ്ങോട്ട് കട്ടുകൊണ്ടുപോകുന്നത് തെറ്റായുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്താ വെച്ചാൽ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തിനോട് മാപ്പ് പറയുക. ഇതാണ് ഇതിന് കരണീയമായിട്ടുള്ളത്, ഇതാണ് എളുപ്പമായ വഴി. ഇപ്പോൾ പറഞ്ഞു, നീ ഇത് കേൾക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്, എന്തെങ്കിലും ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഏട്ടനോട്. ഏട്ടൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തുപോലെയാണെന്ന് ചോദിച്ചാൽ ഒരു 3 ഉദാഹരണം പറയുന്നുണ്ട് കുംഭകർണൻ. ആദ്യത്തെ ഉദാഹരണം എന്താ വെച്ചാൽ, നല്ല പുതുമഴ പെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന പാറ്റകളെ കണ്ടിട്ടില്ലേ? പുതുമഴ പെയ്യുന്ന സമയത്ത് പൊങ്ങി വരും പാറ്റകൾ. ആ പാറ്റകളെ പോകാൻ പഴയ കാലത്ത് എന്താ ചെയ്യുക? എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ പാറ്റകൾ വന്നാൽ വാതിലൊക്കെ അടച്ചിട്ട് പുറത്ത് പറമ്പിൽ എവിടെയെങ്കിലും തീയിടും. തീയിട്ട് കഴിഞ്ഞാൽ ഈ പാറ്റകൾ മുഴുവൻ ആ വെളിച്ചം കണ്ടിടത്തേക്ക് പോവും. പാറ്റകളുടെ വിചാരം എന്തോ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണെന്ന വിചാരം. ഒക്കെ ചെന്ന് അതിന് ദേഹം അർപ്പിക്കും. അതേപോലെയുള്ള പ്രവൃത്തിയാണ്. അതായത് മോഹിച്ച് അങ്ങനെ തെറ്റായ മോഹമാണ്. ആ മോഹത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ പാറ്റകൾക്ക് പറ്റിയ പോലെയുള്ള ദഹനം അങ്ങയുടെ ജീവിതത്തിലുണ്ടാവും. ഇതൊന്ന്. 2, ചൂണ്ടലുണ്ട്. വെളിച്ചം എന്നാണ് രാമായണത്തിൽ ഉപയോഗിച്ച വാക്ക് വെളിച്ചം എന്നാണ്. വെളിച്ചം വെച്ചാൽ ചൂണ്ടൽ. ആ ചൂണ്ടലിൽ ഇല കൊളുത്തിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇടും. അത് ഇളകും. ഇല ചിലപ്പോൾ അങ്ങനെ ഇളകും. ഇളകുന്നത് കണ്ട് മത്സ്യം എന്ന് വിചാരിക്കും തൻ്റെ ഇലയാണെന്ന് വിചാരിച്ചു ഒന്ന് കൊത്തും. കൊത്തിയാൽ അതോടുകൂടി മത്സ്യത്തിൻ്റെ ജീവൻ അവസാനിച്ചു. അതേപോലെയാണ് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി. അങ്ങക്ക് നാശത്തിനാണ്. ചൂണ്ടലിൽ കൊത്തിയ മത്സ്യത്തിൻ്റെ അവസ്ഥയാണ് അങ്ങയുടേത്. 3ാമത്, ശബ്ദം കേട്ടു. മാൻകുട്ടിയാണ്. ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ അത് മാനിൻ്റെ തന്നെയാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് ഓടി. ശബ്ദം കേട്ടിടത്തേക്ക് ഓടി. അത് സിംഹത്തിൻ്റെ വായിൽ ചെന്ന് വീണു. അതേപോലെയുള്ളൊരവസ്ഥയാണ് അങ്ങേക്ക് വരാൻ പോണത്. ഈ 3 ഉദാഹരണങ്ങളും വിശദമായിട്ട് പറഞ്ഞു രാവണനോട്. അപ്പോൾ രാവണന് ഒന്നും മനസ്സിലാവണില്ല. രാവണൻ പറയാണ്, നിൻ്റെ ഉപദേശം കേൾക്കാനല്ല, എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമോ അറിയാനാണ് ഞാൻ വിളിച്ചത്. അത് ഏട്ടനാണല്ലോ, ഞാൻ എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഏട്ടന് വേണ്ടി ഭരിക്കാൻ തയ്യാറാണ്, അതിന് വിരോധമില്ല. പക്ഷെ പറയാനുള്ളത് ഏട്ടനോട് പറഞ്ഞിട്ട് വേണം എന്തും ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് കുംഭകർണൻ പോവുകയാണ്. അപ്പോൾ മേഘനാഥൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ, രാവണൻ്റെ മകൻ. രാവണൻ്റെ മകൻ വന്നിട്ട് രാവണനോട് പറഞ്ഞു, എൻ്റെ ഫുൾ സപ്പോർട്ട്, എൻ്റെ മുഴുവൻ പിന്തുണയും അച്ഛനുണ്ട്. ഇനി വിഭീഷണനെ വിളിച്ചു. വിഭീഷണനെ വിളിച്ചപ്പോൾ വിഭീഷണൻ വിഷ്ണുഭക്തനായിട്ടുള്ള ആളാണ്. ഈ രാവണനെ പോലെ, രാവണൻ എന്ന് പറഞ്ഞാൽ നല്ല പണ്ഡിതനായിട്ടുള്ള ആളാണ് കേട്ടോ. വേദങ്ങളൊക്കെ പഠിച്ച ആളാണ് രാവണൻ. വേദങ്ങളറിയാം. രാവണൻ്റെ സ്തുതിയൊക്കെയുണ്ട്. ശിവഭക്തനാണ്. രാവണൻ്റെ പ്രസിദ്ധമായ ശിവസ്തുതികളൊക്കെ ഉണ്ട് കേട്ടോ. രാവണൻ നിസ്സാരനായ ഒരാളാണ് ധരിക്കല്ല.
രാവണനെ നമ്മൾ ഈ രൂപം മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. രാമായണത്തിലുള്ള ആ രാവണൻ്റെ രൂപം മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. വേറെ കുറേ അവസ്ഥ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് 10 തല 20 കൈ എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഒരാൾ 10 തല ഉണ്ടായിട്ടല്ല, അത് 10 ആളുടെ ബുദ്ധിശക്തി ആ ഒരു തലയ്ക്കുണ്ടെന്നുള്ളതാണ് 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം. 20 കൈ കൊണ്ട് ജോലി ചെയ്യാനുള്ള കഴിവ് ആ 2 കൈയിനുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഈ മോട്ടോറിൻ്റെ ഒക്കെ ഹോഴ്സ് പവർ ഉണ്ടെന്ന് പറയാറുണ്ട് നമ്മൾ. 1/2 ഹോഴ്സ് പവർ, 1 ഹോഴ്സ് പവർ, കുതിരശക്തി. അവിടെ കുതിരയുടെ ശക്തിയാണ് പ്രധാനം. അതുപോലെ രാവണൻ്റെ തലയ്ക്ക് 10 തല എന്ന് പറഞ്ഞാൽ 10 ഹോഴ്സ് പവർ ഉണ്ടെന്നർത്ഥം. അത്ര ശക്തിയുള്ള ബുദ്ധിയാണ് രാവണനെന്ന് കാണിക്കാനാണ് ഒരു സിംബോളിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണത്. അതാണ് രാവണനെ സംബന്ധിച്ചിടത്തോളം. രാവണൻ നല്ല ശിവഭക്തനാണ്, ഒക്കെ ഈശ്വരൻ ഭജനം ചെയ്യുന്ന ആളാണ്. രാവണൻ്റെ കൃതികളുണ്ട്, സ്തോത്രങ്ങളുണ്ട്, വേദപണ്ഡിതനാണ്, ഇങ്ങനെയൊക്കെയാണ് രാവണൻ. പക്ഷേ അയാൾക്കുള്ള ഒരേ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അതികാമാൻ ദശഗ്രീവ എന്നൊറ്റ ദോഷം. എല്ലാം കൈയടക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ശാപമൊക്കെ പറ്റിയത്. ഇവരാവട്ടെ നമ്മൾ വിഭീഷണനെ വന്നു, വിഭീഷണനോട് ചോദിച്ചപ്പോൾ വിഭീഷണൻ പറഞ്ഞു, എനിക്കൊന്നേ പറയാനുള്ളൂ, സീതയെ കൊണ്ടുപോയി ശ്രീരാമചന്ദ്രൻ്റെ കാര്യത്തിൽ സമർപ്പിച്ചോളൂ, അതേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എന്നോട് ചോദിക്കേണ്ട, എനിക്ക് വേറെ ഒന്നും പറയാനുള്ളൂ. അപ്പോൾ രാവണൻ പറഞ്ഞു, നീ ഇപ്പം എൻ്റെ മിത്രമാണോ, നീ എൻ്റെ ശത്രുവാണോ? ശത്രു എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് സംസാരിക്കുന്നവനാണ് ശത്രു. മിത്രമായിട്ട് ഭാവിച്ച് ശത്രുവാകുന്ന ഒരാളുണ്ട്. ശത്രുഭാവേന വർത്തിക്കുക, അല്ല മിത്രഭാവേന വർത്തിച്ച് ശത്രുക്കളല്ല. ആരാണ് യഥാർത്ഥ ശത്രുക്കൾ? മിത്രഭാവേന അരികെ വസിക്കുന്ന ശത്രുക്കളാകുന്നിതു. രാവണൻ പറയാണ്, ചങ്ങാതിയുടെ ഭാവത്തിന് അടുക്കും, എന്നിട്ട് ശത്രുവിനെ പോലെ പെരുമാറും. അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് നീ എൻ്റെ നാട്ടിലേ നിൽക്കരുത്, നീ പോയിട്ട് ശ്രീരാമനെ അഭയം പ്രാപിച്ചോളാൻ പറയും. അപ്പോൾ എന്തായാലും വിഭീഷണൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനിവിടെ നിൽക്കില്ല, ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. 4 മന്ത്രിമാരോടുകൂടി വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലേക്ക് വരികയാണ്. അപ്പോൾ ആകാശദേശത്തു നിന്നിങ്ങനെ ശ്രീരാമചന്ദ്രൻ നാമം ജപിച്ചുകൊണ്ടാണ് ഈ വിഭീഷണൻ്റെ വരവ്. രാമ ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ വാനരന്മാരായുള്ള എല്ലാവരും കൂടിയിട്ട് ശ്രദ്ധിച്ചപ്പോൾ ഇത് സാധാരണ മനുഷ്യരൊന്നുമല്ല, അവർക്ക് രാക്ഷസനാണെന്ന് അവർക്ക് മനസ്സിലായി. ഇത് രാവണൻ്റെ ചാരനായിട്ട് വരുന്ന രാക്ഷസന്മാരാവാം ഇവരെ എന്ന് ഈ വാനരന്മാർക്ക് തോന്നി. അവരെല്ലാവരും കൂടി ഇവരെ പിടിച്ചു കൊണ്ടുവന്നു. 4 ആളെ പിടിച്ചു കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഇവർ ചാരന്മാരാണ്, വന്നിട്ടുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വേദ്യം ചെയ്യാനൊക്കെ തുടങ്ങുക. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഒരിക്കലും അതിന് ദൂതന്മാരാണെങ്കിൽ അവരൊരിക്കലും കൊല്ലാൻ പാടില്ല, തല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ വന്ന് പറഞ്ഞു, ഇത് വിഭീഷണനാണ്, രാവണൻ്റെ സഹോദരനായ വിഭീഷണനാണ്, ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹം വിഷ്ണുഭക്തനായിട്ടുള്ള വിഭീഷണനാണ്, ഇദ്ദേഹത്തെ സംശയിക്കൊന്നും വേണ്ട, ചാരനൊന്നുമല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ വിഭീഷണനെ സ്വീകരിക്കുകയും വിഭീഷണനെ ലങ്കാരാജ്യത്തിൻ്റെ രാജാവായിട്ട് താൽക്കാലികമായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. അതിനുശേഷം ഈ രാവണൻ്റെ കാര്യാലോചന ഇങ്ങനെ നടന്നു. ഇനി ഇപ്പുറത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? അവിടെ ആലോചനയാണ്, വാനരന്മാരും ശ്രീരാമനെയും കൂടി ആലോചനയാണ്. എന്താ ആലോചിക്കേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഈ സമുദ്രം ലംഘിക്കേണ്ടത്, കടക്കേണ്ടത്? കുറേ വാനരന്മാരുണ്ട്, ലക്ഷം വാനരന്മാരാണ് ഉള്ളത്. ഇവരൊക്കെ കടന്ന് അപ്പുറത്തേക്ക് എത്തണ്ടേ? അതിന് വലിയൊരു പാത, വലിയൊരു ബണ്ട് നിർമ്മിക്കണം. സേതു എന്ന് പറയുന്നത് ഈ ബണ്ടിനാണ് സേതു എന്ന് പറയാം. സിതാച്ച മണൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു തിട്ടിനാണ്, മണൽത്തിട്ടിനാണ് സേതു എന്ന് പറയാം. അതുണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ഒഴിഞ്ഞു നിൽക്കണം. കുറച്ച് സമയം വെള്ളം ഒഴിഞ്ഞു നിൽക്കണം. അതിന് ആരോടാണ് നമ്മൾ അപേക്ഷിക്കുക? അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരോടാണ് അപേക്ഷിക്കുക? അപ്പോൾ ജലത്തിൻ്റെ ദേവൻ വരുണനാണ്, നമുക്ക് വരുണനെ പ്രസാദിപ്പിച്ചാൽ മതി തീരുമാനിച്ചു. കാരണം ശ്രീരാമചന്ദ്രൻ 3 ദിവസം ഉപവാസത്തോടുകൂടി വരുണനെ
മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ ഉപവാസം അനുഷ്ഠിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും വരുണൻ ഇളകണില്ല. അപ്പോൾ അദ്ദേഹം കുപിതനായി ലക്ഷ്മണനോട് പറഞ്ഞു, ആ വില്ല് തരൂ, ഞാനിപ്പോൾ ഈ വാരിധിയെ തന്നെ ഭസ്മമാക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വില്ല് വളച്ചു, ഞാണെടുത്തു, അമ്പ് തൊടുത്തു. അപ്പോഴേക്കും വരുണദേവൻ തുതിച്ച് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞ് ക്ഷമ യാചിച്ച് മുന്നിൽ വന്നു, നമസ്കരിച്ചു. അപ്പോൾ വരുണനോട് പറഞ്ഞു, അങ്ങക്ക് ക്ഷമ നൽകാൻ പറ്റില്ല, രാമബാണാണത്, ഇത് തൊടുത്തു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തണം, അതുകൊണ്ട് ലക്ഷ്യം കാണിച്ചു തരണം എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ വരുണൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ദ്രുമവില്യം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പുണ്യസ്ഥലമാണ്. അവിടെ നല്ല കുറേ ആളുകളെ കൂടെ കുറച്ച് രാക്ഷസന്മാരായിട്ട് ആളുകളുണ്ട്, ആഭീരന്മാരെന്ന് പറയുന്ന രാക്ഷസന്മാരുണ്ട്. ആ രാക്ഷസന്മാരുടെ നേർക്ക് ഇത് അയച്ചോളൂ എന്ന് പറയുന്നത്. അങ്ങനെ ആ രാക്ഷസന്മാരുടെ നേർക്ക് ആ അമ്പയച്ചു. വരുണൻ്റെ സഹായത്തോടു കൂടി നളൻ എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വണ്ട് കെട്ടുകയാണ്. ആദ്യത്തെ ദിവസം 15 യോജന കെട്ടി, പിന്നത്തെ ദിവസം 20, അങ്ങനെ 5 ദിവസം കൊണ്ട് ഈ 100 യോജന വിസ്താരമുള്ള സമുദ്രത്തിൽ 10 യോജന വിസ്താരത്തിലുള്ള വലിയൊരു ബണ്ട് കെട്ടിയിട്ടുണ്ടാക്കി. 1 യോജന എന്ന് പറഞ്ഞാൽ 8 നാഴികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 80 നാഴിക വിസ്താരത്തിൽ 100 യോജന വീതി നീളത്തിലുള്ള ആ ബണ്ടുണ്ടാക്കി എല്ലാ വാനരന്മാരും അപ്പുറത്തേക്ക് കടന്നു. ഇനി ശുഗൻ എന്ന രാവണൻ്റെ ഒരു ദൂതൻ വരുന്നുണ്ട്, ശുഗൻ. ആ ശുഗനെ വാനരന്മാരെല്ലാവരും പിടിച്ചു കൊണ്ടുവന്നു. രാവണൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കി എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് പോയിക്കോളൂന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ശുഗൻ രാവണൻ്റെ അടുത്ത് ചെന്നു. രാവണൻ്റെ അടുത്ത് ചെന്നിട്ട് വൃത്താന്തങ്ങളൊക്കെ ചോദിച്ചു രാവണനൊക്കെ പറഞ്ഞു. എന്നിട്ട് ശുഗൻ അവസാനം ഒരു ഉപദേശം കൊടുത്തു. അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം പറയട്ടെ, അങ്ങ് സീതാദേവി അന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ക്ഷമ യാചിക്കുക നല്ലതെന്നാണ് തോന്നിയത് എനിക്ക് എന്നൊരു അഭിപ്രായം പറഞ്ഞു. അത് രാവണന് പിടിച്ചില്ല. രാവണൻ ശുഗനെ ഒന്ന് ആട്ടി അയക്കുകയാണ്. ഈ ശുഗൻ ആരായിരുന്നു എന്ന് പറയുന്നുണ്ട്, ശുഗൻ്റെ പൂർവ്വ വൃത്താന്തം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹവും പത്നിയും കൂടി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആശ്രമത്തിൽ എന്ന പോലെ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം, അതുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കണം, അത് കുറേ മാംസഭക്ഷണം വേണമെന്നാണ് അഗസ്ത്യ മഹർഷി പറയുന്നത്. അദ്ദേഹം കുളിക്കാൻ പോയി. അപ്പോൾ ഈ അഗസ്ത്യ മഹർഷിയുടെ വേഷത്തിൽ വജ്രദംഷ്ട്രൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ അഗസ്ത്യ മഹർഷിയുടെ വേഷത്തിൽ വന്നിട്ട് പറയാണ്, അഗസ്ത്യ മഹർഷി പറഞ്ഞ് ഛാഗമാംസം വേണമെന്നാണ്. ഛാഗച്ച ആടാണ്. ഇയാളെന്ന് വന്നിട്ട് മർത്യമാംസം കൊണ്ടുവന്ന് കൊടുക്കുക. അത് ഈ അഗസ്ത്യ മഹർഷിയുടെ വേഷത്തിൽ വന്നിട്ട് പറയണത് ഛാഗമാംസം വേണമെന്നാണ്. അതിന് പകരം ഈ വജ്രദംശം എന്നെ കൊണ്ടുവന്ന് കൊടുത്തത് മർത്യമാംസമാണ്. മഹർഷി വന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും ഈ സ്ത്രീയുടെ വേഷം ധരിച്ച ഈ വജ്രദംശം തന്നെയാണ്. ഇപ്പം കഴിച്ച മഹർഷി പറഞ്ഞു, ഇത് ഞാൻ ഉദ്ദേശിച്ച ഭക്ഷണമല്ലല്ലോ, ഇത് മർത്യമാംസമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശുഗൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല, അങ്ങ് പറഞ്ഞു വേണമെന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് തന്നു, ഞാനത് ചെയ്തു എന്നല്ലാണ്ട് എനിക്കിതിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ മഹർഷി ശപിച്ചു, നീ രാക്ഷസനായി പോട്ടെ ശപിച്ചു. അങ്ങനെ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസനായിട്ട് മാറി. പക്ഷെ അപ്പോൾ ശാപമോക്ഷം ഇഴന്നു. ശാപം കിട്ടിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ്റെ നൂതനായിട്ട് നീ പോകുന്ന സന്ദർഭം ഉണ്ടാവും. അങ്ങനെ ശ്രീരാമചന്ദ്രനെ കാണാനുള്ള സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ ശുഗൻ എന്ന ആ രാക്ഷസൻ പഴയ ബ്രാഹ്മണനായിട്ട് മാറി. അയാൾക്ക് ശാപമോക്ഷം കിട്ടി. ഇനി വാനരന്മാരും രാക്ഷസന്മാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് നീങ്ങുകയാണ്. യുദ്ധത്തിൽ ഓരോ യുദ്ധവും വർണ്ണിക്കണമെന്നും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുള്ളൂ. രാവണ സൈന്യവും വാനര സൈന്യവും ആദ്യം ഏറ്റുമുട്ടുന്നത്. അതിൽ രാവണന് ശേഷം പരാജയമൊക്കെ പറ്റുന്ന സമയത്ത് രാവണൻ്റെ തേര് മുറിഞ്ഞു, കൊടിക്കുറമ മുറിഞ്ഞു, രാവണൻ്റെ വില്ല് മുറിഞ്ഞു. ഇങ്ങനെയൊക്കെ ആയപ്പോൾ
രാവണൻ താഴെ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, മടങ്ങിപ്പോയിക്കോളൂ. നിരായുധനായ ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. പേരില്ലാത്ത ആളോട്, അതുപോലെ വില്ലില്ലാത്ത ആളോട്, താഴെ നിൽക്കുന്ന ആളോട്, ദുഃഖിതനായ ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, പോയിക്കോളൂ, നാളെ വരൂ എന്ന് പറഞ്ഞ് രാവണനെ അയക്കുകയാണ് ചെയ്തത്. പിന്നെ വരുന്നത് രാവണൻ്റെ മകൻ അതികായൻ വരുന്നുണ്ട്. അതികായനെ വധിച്ചു, ശ്രീരാമചന്ദ്രൻ വധിച്ചു. അപ്പോഴാണ് ഈ ഇന്ദ്രജിത്ത് വന്ന് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു ഇവരെ. ഹനുമാനെ ബന്ധിച്ച പോലെ നാഗാസ്ത്രം കൊണ്ട് ചുറ്റി വരിഞ്ഞു, എല്ലാവരും ചുറ്റി വരിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബന്ധനത്തിൽ കിടന്നു. ആ സമയത്ത് സാക്ഷാൽ നാഗാരി വന്നു. നാഗാരി ഗരുഡനാണ്. ഗരുഡൻ വന്ന് ആ ബന്ധനത്തിൽ നിന്ന് മുക്കുതി കൊടുത്തു. അങ്ങനെ ഇന്ദ്രജിത്തിൻ്റെ ആദ്യത്തെ പരിശ്രമം പരാജയപ്പെട്ടു. പിന്നെ കുംഭകർണനെ വീണ്ടും വരുത്തി. യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് കുംഭകർണനെ വീണ്ടും വരുത്തിയത്. കുംഭകർണൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. 6 ദിവസം 7 ദിവസം ആയിട്ടുള്ള ഉറങ്ങിക്കിടക്കുകയാണ് കുംഭകർണൻ. 6 മാസം കഴിഞ്ഞിട്ട് വേണം ഉണരാൻ. അപ്പോൾ ഇത് അത്യാവശ്യമായതുകൊണ്ട് എല്ലാവരും കൂടി കുംഭകർണനെ ഉണർത്താൻ ശ്രമിച്ചു. എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആനയൊക്കെ നെഞ്ചിരിപ്പിനെ കൂടെ കയറ്റി എന്നൊക്കെ പറയണേ. മൂക്കിലെ രോമൊക്കെ ആനയെ കൊണ്ട് വലിപ്പിച്ചു നോക്കി, എന്നിട്ടൊന്നും ഉണരുന്നില്ല. കുറേ ഭക്ഷണങ്ങൾ ചുറ്റി കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ മണം കേട്ടപ്പോഴാണ് കുംഭകർണൻ ഉണരുന്നത്. അതിൻ്റെ തീറ്റയ്ക്ക് കൊല്ലിയുള്ള ആളാണ്. എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഏട്ടൻ ഈ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏട്ടനോട് അപ്പോഴും പറഞ്ഞു, ഏട്ടാ, ഞാൻ കാട്ടിൽ പോയ സമയത്ത് ഒരു വിവരം കേൾക്കുകയുണ്ടായി. ശ്രീരാമചന്ദ്രൻ രാവണവധത്തിൽ സന്നദ്ധമായിട്ട് അവതരിച്ച ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ വന്നിട്ടുണ്ടെന്നും അങ്ങയെ വധിക്കാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ കാട്ടിലൊരു വാർത്ത കേട്ടു. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ, സീതയെ വീട്ടിൽ കൊണ്ടുകൊടുത്തോളൂ. മാത്രമല്ല, ഈ നമ്മൾ യുദ്ധത്തിനൊക്കെ ഒരുങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില തയ്യാറെടുപ്പുകളുണ്ട്. അതെന്താ വെച്ചാൽ 6 നയങ്ങളും 4 ഉപായങ്ങളുണ്ട്. ചതുരുപായങ്ങളും 6 നയങ്ങളുണ്ട്. ആ ചതുരുപായങ്ങളും 6 നയങ്ങളും നമ്മൾ പാലിക്കണം. അതായത് ചതുരുപായങ്ങൾ വെച്ചാൽ സാമ, ദാന, ഭേദ, ദണ്ഡം. സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ചൊല്ലിക്കൊടു, തല്ലിക്കൊടു, തള്ളിക്കളാറ്. അങ്ങനെയാണ്. ആദ്യമായിട്ട് ഒരു കുട്ടിയെ അടിക്കുകയല്ല വേണ്ടത്. ശാന്തമായിട്ട് അവനോട് പറഞ്ഞ് ഉപദേശിക്കുക, ഇത് ശരിയല്ല കേട്ടോ, അതൊക്കെ ആദ്യം വേണ്ടത് അങ്ങനെയാണ്, സാമം. പിന്നെ ദാനം, അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനമൊക്കെ കൊടുത്തിട്ട് അവനെ വശീകരിക്കാൻ ശ്രമിക്കുക, ദാനം. ഭേദം എന്ന് പറഞ്ഞാൽ അവനെ ഭേദ്യം ചെയ്യാനല്ല അർത്ഥം. അവൻ്റെ ശ്രദ്ധ മറ്റു രീതിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചു നോക്കുക. അത് യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു രീതിയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുക. എന്നിട്ടും പറ്റില്ലെങ്കിൽ മാത്രമേ ഹിംസ പാടുള്ളൂ, അപ്പോഴേ ഈ യുദ്ധം പാടുള്ളൂ എന്നർത്ഥം. അപ്പോൾ സാമ, ദാന, ഭേദങ്ങൾ അങ്ങ് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. നേരിട്ട് യുദ്ധത്തിലേക്ക് പോവുകയാണ്, അത് ശരിയല്ല. സാമ, ദാന, ഭേദ, ദണ്ഡം. ഇനി സന്ധി, വിഗ്രഹം, യാനം, ആസനം, വേദീഭാവം, സമാശ്രയം, 6 നയങ്ങളുണ്ട്. ആദ്യമായിട്ട് തന്നെ യുദ്ധത്തിന് പോവല്ല വേണ്ടത്. സന്ധി ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എവിടെയെങ്കിലും വെച്ച് യോജിപ്പിലെത്താൻ പറ്റുമെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം ഈ മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ പോയില്ലേ, ദൂതനായിട്ട് പോയില്ലേ? എന്തിനാ പോയത്? യുദ്ധം കൂടാതെ കഴിക്കാൻ പറ്റുമെന്നൊരു സന്ധി ചെയ്യണം. സന്ധി പറ്റുന്നില്ലെങ്കിൽ പിന്നെ യുദ്ധമാവാം. യുദ്ധമാവുമ്പോൾ തന്നെ, അതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധമാവണമെങ്കിൽ തന്നെ എന്ത് വേണം വെച്ചാൽ ശത്രു, ആസനം എന്ന് പറഞ്ഞാൽ ശത്രു എവിടെയാണ് ഇരിക്കുന്ന ദേശകാലങ്ങളൊന്ന് നോക്കണം, എന്നിട്ട് വേണം പോകാൻ. ഇപ്പോൾ കാശ്മീരിലാണ് യുദ്ധം ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നല്ല മഞ്ഞുള്ള തണുപ്പ് കാലത്താണെങ്കിൽ അവിടെ യുദ്ധം ചെയ്ത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കാലം നോക്കി, അപ്പോൾ ശത്രുവിൻ്റെ ഇരിപ്പ് എവിടെയാണ്, ശത്രു ദുർബലനാവുന്നത് എപ്പോഴാണ് എന്ന് നോക്കിയിട്ട് വേണം യുദ്ധം ചെയ്യാൻ. അപ്പോൾ സന്ധി, വിഗ്രഹം, ആസനം, യാനം. ശത്രുവിൻ്റെ യാത്ര നിരീക്ഷിക്കണം. ശത്രു ബലവാനായിട്ടാണോ യാത്ര ചെയ്യുന്നത്, ദുർബലനായിട്ടാണോ യാത്ര ചെയ്യുന്നത്, അത് നോക്കിയിട്ട് വേണം യുദ്ധം ചെയ്യാൻ. സന്ധി, വിഗ്രഹം, ആസനം,
ജ്ഞാനം. ഇനി ദ്വൈതീഭാവം. ദ്വൈതീഭാവം എന്ന് പറഞ്ഞാൽ സൈന്യത്തെ രണ്ടാക്കി മുറിക്കാൻ പറ്റുമെന്ന് നോക്കുക, രണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക. അതായത് സൈന്യത്തെ ഒന്നിച്ച് എതിർക്കുന്നതിന് പകരം രണ്ട് ഭാഗത്തു നിന്ന് എതിർക്കുക. രണ്ട് ഭാഗത്തു നിന്ന് എതിർത്താൽ സൈന്യം രണ്ട് ഭാഗവും മാറും. മഹാഭാരത യുദ്ധത്തിൽ അങ്ങനെ കാണും. മഹാഭാരത യുദ്ധത്തിൽ ഈ അർജുനനും ധർമ്മപുത്രനും എല്ലാവരും ഒറ്റ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൗരവന്മാരൊരു തന്ത്രം എടുത്തു. എന്താ തന്ത്രം വെച്ചാൽ അവർ സംശപ്രകന്മാരെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാവേർപ്പടയാളികളുണ്ട്. ചാവേർപ്പടയാൻ മനസ്സിലാവില്ല, ഭരിക്കാൻ സന്നദ്ധരായിട്ട് ആളുകൾ, അവരാണ് ചാവേർപ്പടയാളികൾ. ആ ചാവേർപ്പടയാളികൾ സംശപ്തകന്മാരെന്നാണ് അവരുടെ പേര്. അവരെ ഈ പാണ്ഡവന്മാർ സൈന്യത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറയും. അവരെ എതിർക്കാൻ അവിടെയുള്ള ആളുകൾക്ക് പറ്റാതെ വന്നപ്പോൾ അർജുനൻ അങ്ങോട്ട് കൊണ്ടുവന്നു. വൈദീഭാവമാണ്. അർജുനനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന തന്ത്രമാണ്. ആ തന്ത്ര സമയത്താണ് അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ അകപ്പെടുത്തിയത്. അഭിമന്യു പത്മവ്യൂഹത്തിൽ കയറിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അഭിമന്യുവിന് പത്മവ്യൂഹം തകർത്ത് അകത്തേക്ക് കയറാനേ അറിയുള്ളൂ, പുറത്തേക്ക് വരാറില്ല. അത് പഠിച്ചിട്ടില്ല. ആ സമയത്താണ് ദ്രോണാചാര്യർ പത്മവ്യൂഹം ഉണ്ടാക്കി അർജുനൻ്റെ പുത്രനെ ജയദ്രഥൻ കൊന്നത്. അർജുനൻ ഇല്ലാത്ത നേരം നോക്കിയിട്ടാണ്. ഇത് കേട്ടതാണ് അർജുനൻ വരണതൊക്കെ. അങ്ങനെ ഞാൻ പറയില്ല. ഇതാണ് ദ്വൈതീഭാവം. സൈന്യത്തിൻ്റെ ശക്തി ബലത്തെ കുറയ്ക്കുക, രണ്ടാക്കി മാറ്റിയിട്ട് ബലം കുറച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആക്രമിക്കുക. പിന്നെ സൈന്യത്തെ ആശ്രയിക്കപ്പെടുന്നത് കാല് പിടിക്കുക. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കാല് പിടിക്കുക. അതാണ് സമാശ്രയം. ഈ 6 നയങ്ങൾ ഉപായങ്ങളൊക്കെ നോക്കാതെ ആരും യുദ്ധം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏട്ടൻ ഇതൊക്കെ നോക്കാതെയാണ് യുദ്ധത്തിന് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഏട്ടാ ഇതാ നല്ലത്. അപ്പോൾ പറഞ്ഞു, നീ ഉറങ്ങിക്കോ പോയിട്ട്, ഞാൻ നിൻ്റെ ഉപദേശം കേൾക്കാനല്ല വിളിക്കുന്നത്. ഞാൻ ശരിയാണ്, ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞ് നേരെ യുദ്ധക്കളത്തിലേക്കാണ് കുംഭകർണൻ പോയത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, ഈ വരുന്നത് ആരാണെന്ന് വിഭീഷണനോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഏട്ടനായ കുംഭകർണനാണെന്ന് പറഞ്ഞു. വിഭീഷണനെ കണ്ടോ, എനിക്ക് കുംഭകർണൻ ആലിംഗനം ചെയ്തു. രണ്ടുപേരും കണ്ണുനീർ വാർത്തു. വിഭീഷണൻ മാറി. പിന്നെ കുംഭകർണനും വാനര സൈന്യമായിട്ട് ഗംഭീരമായ സംഘടനയുണ്ടായി. ലക്ഷ്മണൻ കുംഭകർണനെ വധിച്ചു. കുംഭകർണനും പോയി, അതികായൻ കൊണ്ട് മകനും പോയി, അങ്ങനെ ധൂമരാക്ഷൻ പോയി, മകരാക്ഷൻ പോയി, കുറേ ആളുകൾ പോകുന്നുണ്ട്. അവസാനം ഇന്ദ്രജിത്ത് വീണ്ടും വരികയാണ്. ഇന്ദ്രജിത്ത് വന്നിട്ട് അദ്ദേഹം ഇവരെല്ലാവരും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് മോഹിതരാക്കി. എല്ലാവരും മോഹാത്സ്യപ്പെട്ട് വീഴും. ബ്രഹ്മാസ്ത്രമാണ് ഉപയോഗിച്ചത്. മോഹാത്സ്യപ്പെട്ട് വീഴുന്നതല്ല, എല്ലാവരും ചത്ത മതി. അപ്പോൾ ഇവർക്ക് ജീവിപ്പിക്കണേ എന്ന് എന്ത് വേണമെന്ന് അതിൻ്റെ ആലോചന. വിഭീഷണൻ ഉണർന്നിരിക്കുന്നുണ്ട്. വിഭീഷണൻ ഒരു കൊള്ളിയും പിന്നിച്ചെന്ന എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന വാക്ക് ഒരു ചൂട്ട് വീശി എന്നൊക്കെ പറയുന്നത്. പഴയകാലത്ത് ചൂട്ട് വീശിയിട്ട് ഇങ്ങനെ തിരയാണ്, ഈ വാനന്മാരുടെ ഇടയിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഉണർന്നിരിക്കണുണ്ടോ, ഹനുമാൻ ഉണർന്നിരിക്കണ്ടോ എന്ന് അറിയാനാണ് ഈ തിരയണത്. അപ്പം ജാമ്പവാനെ കണ്ടു. ജാമ്പവാനെ കണ്ടപ്പോൾ ജാമ്പവാൻ കണ്ണിലൊക്കെ ചോര കളഞ്ഞിട്ട് കണ്ണ് മിഴിക്കാതെ വയ്യാതിരിക്കുകയാണ്. അത് കണ്ണിങ്ങനെ പതുക്കെ മിഴിച്ചിട്ട് ജാമ്പവാൻ നോക്കുന്നുണ്ട്. ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ശരി, എന്നാൽ കാര്യം എളുപ്പമാണ്. ഹനുമാനോട് പറഞ്ഞു, നീ പോയിട്ട് ഹിമാലയ പർവ്വതത്തിൽ കൈലാസത്തിൽ കൊടുമുടിയുണ്ട്. ആ കൊടുമുടിയിൽ 4 മരുന്നുണ്ട്. അതിതേജസ്സോട് കൂടിയ 4 മരുന്നാണ്. ഒന്ന് സന്ധാനകരണി, വിശല്യകരണി, സുവർണകരണി, മൃതസഞ്ജീവനി. 4 മരുന്നാണ്. 4 കൊടുമുടിയിലാണ്. അത് ഒക്കെ ഇങ്ങനെ ഒരേ ശോഭയോടുകൂടി നിൽക്കുന്നതാണ്. അതിൽ നിന്ന് മൃതസഞ്ജീവനി കൊണ്ടുവരാനായിട്ടാണ് ഹനുമാനോട് പറഞ്ഞത്. ഇത് രാവണൻ അറിഞ്ഞു. അപ്പോൾ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ ഇവരൊക്കെ വീണ്ടും ഉണരും, വീണ്ടും യുദ്ധത്തിന് വരും. കൊണ്ടുവരാതിരുന്നാൽ ഇവരൊക്കെ ചത്തുപോകും. അതുകൊണ്ട് ഹനുമാൻ്റെ യാത്ര മുടക്കാനായിട്ട് ഒരു രാക്ഷസനെ ഏർപ്പാട് ചെയ്തു. കാലനേമി എന്ന രാക്ഷസനെയാണ് ഏർപ്പാട് ചെയ്തത്. ആ കാലനേമിയോട് പറഞ്ഞു രാവണൻ, ഈ ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരു ആശ്രമത്തിൽ പോയി നിൽക്കണം.
എന്നിട്ട് ഹനുമാനെ ആ ആശ്രമത്തിൽ തടഞ്ഞ് ഇറക്കി ഹനുമാൻ്റെ യാത്ര താമസിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാലദേവി അത് സന്നദ്ധനായിട്ട് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി, മായ കൊണ്ട് ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി സന്യാസിയായിട്ട് കാലദേവി അവിടെ നിന്നു. ഹനുമാൻ പോകുന്നു. ഹനുമാൻ തടഞ്ഞു നിർത്തി. ഹനുമാൻ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ കമണ്ടൂരൂര് വെള്ളമുണ്ട്, അത് മതിയോ ചോദിച്ചു. അത് പോരായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ്തരിക്കാത്തതുകൊണ്ടാണ്. തടാകത്തിൽ ഉണ്ട്, തടാകം കാണിച്ചു കൊടുത്തു. അവിടെ ഉള്ള വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. തടാകത്തിൽ ചെന്ന് വെള്ളം കുടിക്കാൻ നിന്ന സമയത്ത് ഒരു മത്സ്യം, അത് മത്സ്യമല്ല, മുതല ഒരു മുതല വന്ന് ഹനുമാൻ്റെ കാല് പിടിച്ചു. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? കാലുകൊണ്ട് തൊഴിച്ചു, മറ്റേ കാലുകൊണ്ട് തൊഴിച്ചു. ഈ മുതലയുടെ മായം പിളർന്നു. അപ്പോൾ മുതല ആരായി മാറി? ധന്യമാരി എന്ന് പറഞ്ഞാൽ ഒരു അപ്സര സ്ത്രീയായിരുന്നു. ശാപം കൊണ്ട് മുതലയായിട്ട് കിടക്കുകയാണ്. ആ അപ്സര സ്ത്രീ പറഞ്ഞു, ഈ കാലദേവി എന്ന് പറയുന്നതൊക്കെ അസുരനാണ്, രാക്ഷസനാണ്, സന്യാസിയൊന്നുമല്ല എന്നൊക്കെ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ കാലദേവിയെ കൊന്ന് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഏതാണ് ഭൂസഞ്ജീവനി, ഏതാണ് സുവർണകരണി, ഏതാണ് വിശല്യകരണി, ഏതാണ് സന്താനകരണി അറിയില്ല. നാല് ഉപയോഗത്തിലുള്ള മരുന്നാണ്. സന്താനകരണി എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിയാൽ യോജിപ്പിക്കാനുള്ള മരുന്നാണ്. സന്താനം ചെയ്യാച്ചാൽ യോജിപ്പിക്കുക എന്നർത്ഥമാണ്, അതിനുള്ള മരുന്നാണ്. വിശല്യകരണി എന്ന് പറഞ്ഞാൽ മുറിയൊക്കെ പറ്റിയാൽ അവിടെ തേക്കാനുള്ള മരുന്നാണ്. ആൻറ്റിബയോട്ടിക്കാണ് വിശല്യകരണി. സന്താനകരണി, വിശല്യകരണി. സുവർണകരണി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നിറം കിട്ടാനായിട്ട്. ഇപ്പോൾ പൊള്ളലൊക്കെ ഏറ്റാൽ ശരീരത്തിൻ്റെ ഭാഗത്ത് നിറം തോൽ മാറ്റിയിട്ട് പ്ലാസ്റ്റിക് സർജറിയൊക്കെ ഇല്ലേ, അതിൻ്റെ പകരം സുവർണകരണി എന്നുള്ള ആ ഔഷധം വരുത്തിയാൽ തോലിനൊക്കെ സുവർണ ശോഭ കിട്ടും. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ ജീവിപ്പിക്കുന്നു. ഇതിലേതാണ് മൃതസഞ്ജീവനി എന്ന് ഹനുമാൻ അറിയില്ല. ഹനുമാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 മുടി ഒന്നിച്ച്, ആ 2 കൊടുമുടി ഒന്നിച്ച് ഇവരെടുത്ത് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് വെച്ചു. ആ മൃതസഞ്ജീവനിയുടെ മണം ശ്വസിച്ചതോടുകൂടി എല്ലാവരും ഉണർന്ന് എഴുന്നേറ്റു. വീണ്ടും അത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഹനുമാൻ വെച്ചു. പിന്നെ യുദ്ധം ചെയ്തു. ഇന്ദ്രജിത്തിനെ വധിച്ചു. പിന്നെ രാവണൻ്റെ അടുത്താണ് അവസാനം. മറ്റേ എല്ലാവരും കഴിഞ്ഞു. ഈ അവസാനം രാവണനാണ് യുദ്ധത്തിന് പോണത്. രാവണൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അത് ഇന്ദ്രജിത്തും ചെയ്യുന്നുണ്ട്. അസുര ഗുരുവായിട്ടുള്ള ശുക്ര മഹർഷിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇനി ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശുക്ര മഹർഷി പറഞ്ഞു, നികുംഭില എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗുഹയുണ്ട്, നികുംഭില. അവിടെ പോയിട്ട് തപസ്സിരിക്കാറുണ്ട്. ഏകാന്തമായിട്ട് തപസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ ഇരുന്ന് നികുംഭിലയിൽ ചെന്ന് ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമം ചെയ്തോളൂ. എത്ര ദിവസത്തെ ഹോമം എന്നൊക്കെ ഉണ്ട്. ആ ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ അങ്ങയെ കൊല്ലാൻ ആർക്കും കഴിയില്ല. പിന്നെ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാവണൻ നികുംഭിലയിൽ പോയിരിക്കുകയാണ്. ഇത് വിഭീഷണൻ അറിയാം രാവണൻ നികുംഭിലയിൽ പോയിട്ടുള്ളത് ഇന്നതിനാണ്. അപ്പോൾ ഉടനെ രാവണൻ്റെ അല്ലെങ്കിൽ വിഭീഷണൻ വാനരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് രാവണനെ ഉണർത്തണപ്പോൾ അയാൾ സമാധിയിലിരിക്കാൻ പോവുകയാണ്. ആ സമാധിയിൽ നിന്ന് അയാൾ ഉണർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ കൊല്ലാൻ പറ്റില്ല. വാനരന്മാരെല്ലാവരും ചെന്നു, ബഹളം ഉണ്ടാക്കി, പലതും ചെയ്തു, പിടിച്ചു വലിച്ചു നോക്കി, രാവണനെ ഇളകുന്നില്ല. അവസാനം അവർ ചെയ്യരുതാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. മണ്ഡോദരിയെ കൊണ്ടുവന്നു. മണ്ഡോദരിയെ കൊണ്ടുവന്ന് അവളുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചു. രാവണൻ്റെ മുമ്പിൽ വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമം നടത്തുകയാണ്. അപ്പോൾ മണ്ഡോദരി നിലവിളിച്ചു, നിങ്ങളിത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നിലവിളിച്ചു. നിങ്ങളുടെ മുന്നിൽ വെച്ചെങ്കിൽ വാനരന്മാർ എന്നെ വിവസ്ത്രയാക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. രാവണൻ ഉണർന്നു. അങ്ങനെ രാവണൻ യുദ്ധകളത്തിലേക്ക് വന്നു. തപസ് മുടങ്ങി. തപോവിഘ്നത്തോടു കൂടി രാവണൻ യുദ്ധകളത്തിലേക്ക് വന്നു. ആ യുദ്ധകളത്തിൽ വെച്ച് രാവണനും ശ്രീരാമചന്ദ്രനും തമ്മിൽ ഘോരമായ യുദ്ധം ചെയ്തു. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 സമുദ്രങ്ങൾ പൊരുതുന്നത് പോലെ, 2 ശൈലങ്ങൾ പൊരുതുന്നത് പോലെ, അല്ലെങ്കിൽ രാമരാവണ യുദ്ധം പോലെ. രാമരാവണ യുദ്ധം, രാമരാവണ യുദ്ധത്തിന് സമമായിട്ടെന്താ ഉള്ളത് ഈ ലോകത്തിൽ വെച്ചാൽ രാമരാവണ യുദ്ധം. അങ്ങനെയുള്ള ഗംഭീരമായ യുദ്ധം നടന്നു. അവസാനം ശ്രീരാമചന്ദ്രന് അല്പം ക്ഷീണം സംഭവിക്കുന്നു എന്ന് വരികയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ തേര് തകർന്നു, വില്ല് തകർന്നു,
അവൻ ശ്രീരാമചന്ദ്രൻ നിരത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നൊരു ഘട്ടം വന്നപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് തേര് കൊടുത്തയച്ചു. തേരാടി മാതലിയെയും കൊടുത്തു വിട്ടു. ആ തേര് കൈവന്ന് ശ്രീരാമചന്ദ്രൻ യുദ്ധം ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൽ അല്പം പരാഭവം തോൽവി ഉണ്ടാവുന്നു എന്ന് കണ്ടപ്പോൾ അഗസ്ത്യ മഹർഷി നേരിട്ട് തേരിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിന് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അത് ദ്രാവിഡരുടെ ഈ ഗായത്രി മന്ത്രമാണ് ശരിക്ക് ഈ പറഞ്ഞ ഈ ആദിത്യ ഹൃദയം. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ ഘോരായ സൗമ്യായ ഘോരായ ശാന്തിമതാം കാന്തിമതാം കാന്തരൂപിണേ തേ നമ. സാഗര അതാണ് ഈ 8 വരി 10 വരിയൊക്കെ ഉള്ളത്. ഇതാണ് സൂര്യനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് ഈ ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞ മന്ത്രം. അതിനെയാണ് ഗായത്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടൊരു മന്ത്രമല്ലേ. ഗായത്രി എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് മന്ത്രം കേൾക്കാതിരിക്കാൻ വഴിയില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ അത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ബ്രാഹ്മണർ ഉപനയനത്തിന് ശേഷം ചെല്ലുന്ന മന്ത്രമാണ്. അവർക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ടായി, ചില ഇത്ര ഗായത്രി ചെല്ലാന്നൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓം ഭൂർഭുവസ്വഃ, ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലുമുള്ള സവിതാവ് സൂര്യൻ, സവിതാവിനോടാണ് പറയുന്നത്. ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം, വരേണ്യം സവിതാവ്, വരേണ്യനായ ശ്രേഷ്ഠനായ അല്ലയോ സൂര്യദേവ, അങ്ങയുടെ ദേവസ്യ ഭർഗ, ഭർഗജ രശ്മികൾ, അങ്ങയുടെ രശ്മികൾ ധിയോ യോ ന പ്രചോദയാ ന, ഞങ്ങളുടെ ബുദ്ധി, ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ, ബുദ്ധിക്ക് ഉന്മേഷം നൽകട്ടെ. അപ്പോൾ 3 ലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്ന സൂര്യഭഗവാനെ അങ്ങയുടെ പ്രകാശലക്ഷ്മികൾ ഞങ്ങളുടെ ബുദ്ധിയെ എന്നും ഉണർത്തേണമേ എന്നാണ് അതിനർത്ഥം. ഈ ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം അത് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ട് ഗായത്രി ജപിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം സൂര്യനെ സ്തുതിക്കുന്ന മന്ത്രം. അത് തന്നെയാണ് ആദിത്യ ഹൃദയമായിട്ട് രാമായണത്തിൽ പറയുന്നത്. അപ്പം ബ്രാഹ്മണരല്ലാത്തവരുടെ ഗായത്രിയാണ് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത്. സന്താപനാശകരായ നമോ നമഃ. അത് ജപിച്ചു, സൂര്യനെ സ്തുതിച്ചു, സൂര്യനെ നമസ്കരിച്ചു. ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ചു. ഇത്രയല്ലേ വേണ്ടു, വധിച്ചു. ഉടനെ ശ്രീരാമചന്ദ്രൻ രാവണൻ്റെ അടുത്തേക്ക് ചെന്നു. രാവണൻ്റെ അടുത്തേക്ക് ചെന്ന് വിഭീഷണൻ കരയുന്നുണ്ടാവും. രാവണൻ മരിച്ചത് കണ്ട് കരയുന്നുണ്ട്. അപ്പോൾ ആശ്വസിപ്പിച്ചു. എന്നിട്ട് രാവണൻ്റെ ശവശരീരം സംസ്കരിക്കാനായിട്ട് എല്ലാം ഏർപ്പാട് ചെയ്തു. അപ്പോൾ വിഭീഷണനോട് ഈ ശേഷക്രിയകളൊക്കെ ചെയ്യാൻ ആൾ വേണ്ടേ? വിഭീഷണനെ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അത്രയ്ക്ക് മരിച്ചു പോയില്ലേ. വിഭീഷണനോട് പറഞ്ഞപ്പോൾ വിഭീഷണൻ അപ്പോൾ ഒരു അമാന്തം, ഇത്രയും പാപിയായ ഒരാളുടെ ശേഷക്രിയ ചെയ്യാൻ ഞാൻ വേണോ എന്നൊരു ശങ്ക വരുന്നുണ്ട്. അപ്പം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഈ വൈരം എന്നൊക്കെ പറഞ്ഞ് എത്ര വരെയാണ്? ആമരണാന്തം, മരണം വരെ വൈരമൊക്കെ ഉള്ളൂ, മരണത്തോടു കൂടി വൈരമൊക്കെ അവസാനിക്കണം എന്ന് പറഞ്ഞ് വിഭീഷണനെ കൊണ്ട് ആ ക്രിയൊക്കെ ചെയ്യിച്ചു. പിന്നെ വിഭീഷണനെ ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ചു. അതിനുശേഷം സീതാദേവിയെ കൊണ്ടുവരാനായിട്ട് പറയണം. സീതാദേവിയെ വാനരന്മാരെല്ലാവരും കൂടി, രാക്ഷസന്മാരെല്ലാവരും കൂടി ഉദ്യാനത്തിൽ പോയി സീതാദേവിയെ കൊണ്ടുവരികയാണ്. വിശേഷ വസ്ത്രങ്ങളും അണിയിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ആദ്യം ശിബികയിലിരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്, പല്ലക്കിലിരുത്തിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ വാനരന്മാരും കൂട്ടായിട്ട് നിൽക്കണം കാണാനായിട്ട്. സീതയെ കാണാനായിട്ട് എല്ലാവരും ഇങ്ങനെ വഴി മുടക്കി നിൽക്കണമാണിപ്പോൾ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സീത ഒരു കാര്യം ചെയ്യട്ടെ, ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പാദചാരേണ വരട്ടെ. പാദചാരേണ വെച്ചാൽ കാൽനടയായിട്ട് വരട്ടെ. അങ്ങനെ കാൽനടയായിട്ട് വരികയാണ്. ശ്രീരാമചന്ദ്രൻ സീതയോടൊന്നും പറയണില്ല. വാൽമീകി രാമായണത്തിലാണെങ്കിൽ എന്താണെന്ന് നോക്കണമെന്ന് വെച്ചാൽ സീതയോട് സുഗ്രീവൻ്റെ കൂടെയോ വിഭീഷണൻ്റെ കൂടെയോ ആരുടെ കൂടെയാണെന്ന് എനിക്ക് പോകാൻ ഇഷ്ടവെച്ചാൽ അങ്ങോട്ട് പോയിക്കോളാനാണ്. അപ്പോഴാണ് സീത പറയുന്നത്, ഞാൻ ആരുടെ കൂടെയും പോകുന്നില്ല, ഞാൻ അഗ്നിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ അഗ്നിയിൽ പ്രവേശിക്കുന്നതായിട്ട് കാണുന്നത്.
എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സീത അഗ്നിയിൽ പ്രവേശിച്ചേ മതിയാവും. കാരണം എന്താണെന്നറിയോ? രാവണന് അപഹരണത്തിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രൻ മനുഷ്യനായ രാമചന്ദ്രൻ രണ്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, രാവണൻ നിന്നെ കട്ടുകൊണ്ടുപോകാനായിട്ട് വരും, ഉറപ്പാണ്. അതുകൊണ്ട് നീ അഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ സീത അഗ്നിയിൽ പ്രവേശിക്കുക, അവിടെ അഗ്നിമണ്ഡലത്തിൽ ഒളിച്ചിരിക്കാനും മായാസീത ആശ്രമത്തിലിരിക്കാനുമാണ് പറഞ്ഞത്. ഇപ്പോൾ രാവണൻ കട്ടുകൊണ്ടുപോയത് മായാസീതയാണ്. ആ മായാസീതയാണ് ഇപ്പോൾ കൊണ്ടുവന്നുള്ളത്. അത് വീണ്ടും അഗ്നിയിൽ പ്രവേശിച്ചാലേ ശരിയായ സീത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സീത അഗ്നിയിൽ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശ്രീരാമചന്ദ്രനെ അല്ലാതെ മറ്റാരെയെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അല്ലയോ അഗ്നിദേവ എന്നെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ സീതാദേവി പാതിമൃത്യം തെളിയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ശ്രീരാമചന്ദ്രനും സീതാദേവി എല്ലാവരും കൂടി പുഷ്പക വിമാനം വരുത്തി അതിലങ്ങനെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വാനരന്മാരും വിഭീഷണനും എല്ലാവരും പുറപ്പെട്ടു. വിഭീഷണൻ്റെ ഭാര്യയുണ്ട്, സൃജടയുണ്ട്, സരമയുണ്ട്, മകളുണ്ട്, രണ്ടാളുമുണ്ട്, ഭാര്യയുണ്ട്, മകളുമുണ്ട്. അങ്ങനെ പുറപ്പെട്ടു. അവിടെ അയോധ്യയിൽ മുമ്പേ തന്നെ അയോധ്യയിലേക്ക് ഹനുമാനെ അയച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരതൻ പറഞ്ഞിട്ടുണ്ട്, 14 സംവത്സരം കഴിഞ്ഞ് പിറ്റേന്ന് ആയാൽ വരാൻ വൈകിയാൽ ഞാൻ അഗ്നിയിൽ പ്രവേശിക്കുന്ന പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസായിട്ട് ഹനുമാനെ അയച്ചിരിക്കുകയാണ്. ഹനുമാൻ അവിടെ ചെന്നു, ഭരതനോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ശ്രീരാമചന്ദ്രൻ വന്നു. എല്ലാവരും കൂടി പട്ടാഭിഷേകം നിർവഹിച്ചു. ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഉപഹാരങ്ങളൊക്കെ കൊടുത്തു. ഓരോരുത്തർക്കും മടക്കി അയച്ചു. സീതാദേവി ശ്രീരാമചന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് ഹനുമാൻ മുതലായവരൊക്കെ ഉണ്ട്. ശ്രീരാമചന്ദ്രൻ ഒരു മാല എടുത്ത് സീതാദേവിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കിഷ്ടമുള്ള ആരാണെന്ന് വെച്ചാൽ ആൾക്ക് കൊടുത്തോളാൻ പറയും. അപ്പോൾ സീത ഇഷ്ടമുള്ള ആൾ ഹനുമാനാണ്. ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ ഇത് കിട്ടിയപ്പോൾ എന്താ ചെയ്തത്? നല്ലൊരു ഹാരം കിട്ടിയാൽ സന്തോഷിക്കുകയല്ലേ ചെയ്തത്. സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ആ രത്നം പൊട്ടിച്ചു നോക്കി മുമ്പിൽ. അതിനുള്ളിൽ ശ്രീരാമചന്ദ്രനില്ല. ശ്രീരാമചന്ദ്രൻ ഇല്ലാത്തൊരു സാധനം മൂപ്പർക്ക് ഇഷ്ടമല്ല. എന്തിൻ്റെ ഉള്ളിൽ എന്തൊരു വേണം? ശ്രീരാമചന്ദ്രനെ വേണം ആർക്ക്? ഹനുമാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ സസുഖം രാജ്യം വാണു. രാമരാജ്യത്തിൻ്റെ ഫലശ്രുതിയോടുകൂടി രാമായണം അവസാനിക്കുകയാണ്. അവിടെ കള്ളന്മാരില്ല, അതുപോലെ തന്നെ വിധവകളില്ല, ശിശുമരണം എന്ന് പറയുന്നത് അവിടെയില്ല. അങ്ങനെ എല്ലാതരം സമൃദ്ധിയുമുള്ള ഒരു രാജ്യമായിട്ട് അയോധ്യ മാറി എന്ന് പറഞ്ഞുകൊണ്ട് കിളിമകൾ കഥ അവസാനിപ്പിക്കുകയാണ്. നമുക്കിവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ രാമായണം ഇതിലൂടെ ഞാനൊരു ഒട്ട പ്രൊഡക്ഷനാണ് ഈ 3 ദിവസമായിട്ട് ചെയ്തത്.